Hi friends, welcome back to my YouTube channel. Let's just creations. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഒളവണ്ണ ഫെസ്റ്റിന് പോവാണ്. അപ്പോൾ നമ്മൾ മുടിയൊക്കെ വാർന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കുറച്ച് മുഖത്ത് കുറച്ച് മേക്കപ്പ് അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആമിലിന് കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനത്തെ അവൻ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇതാക്കട്ടെ. ഇനിയിപ്പോൾ അതാ ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന്. ആ ലിപ്സ്റ്റിക്ക് പണ്ട് ആദ്യം കേടായതിനെക്കൊണ്ട് അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ മേക്കപ്പ് ബോക്സിൻ്റെ ലിപ്സ്റ്റിക്ക് എല്ലാം കൂടി തട്ടിക്കൂട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓളെ മുഖത്തേക്ക് ഒരു പരീക്ഷണം നടത്താനുണ്ട്. അത് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേക്കപ്പ് സെറ്റിൽ ഐഷാഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് മോയ്സ്ചറൈസർ അതൊന്നും യൂസ് ചെയ്യാറില്ല. നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, ഐഫോൺ മേക്കപ്പ് ചെയ്ത് കൊടുത്തേക്കണേ. ഐഫോൻ്റെ ചുണ്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത് ഞാൻ അവളെ ചുണ്ട് ആകെ കുളക്കി കൊടുത്തേക്കണം. തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഇനി എനിക്ക് മേക്കപ്പ് ചെയ്യാനുണ്ട്. അവളങ്ങോട്ട് പോയി ഇനി ഞാൻ ഒന്ന് മേക്കപ്പ് ചെയ്താട്ടെ. ഓക്കെ, അപ്പോൾ എനിക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി എന്താ പറയുക. ഓക്കെ, നെക്സ്റ്റ് ഇനി പൗഡർ ഇടണം. ഇത് 2 കഷ്ണമായിക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ പൗഡർ ഇടണം. ഞാൻ കോമ്പാക്റ്റിൻ്റെ പൗഡറാണ് ഇടുന്നത്. അതിൻ്റെ ഇടയിൽ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ മറ്റേ മേക്കപ്പ് പൗഡർ ഇടുന്ന സാധനം അവിടെ കട്ടിൻ്റെ ഉള്ളിലിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി എടുത്ത് പെട്ടെന്ന് എനിക്ക് എന്താ പറയുക, ഫോണിൽ നോക്കിയിട്ട് ശീലമല്ല, കണ്ണാടി നോക്കിയിട്ട് ആരാണ് അറിയില്ല. അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിയിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫുള്ള് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ഞാനിത് ആ പൗഡർ ഇട്ടിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും ബ്ലഷും ഒക്കെ ഇടാനുണ്ട്. അത് 2 ഉള്ളൂ, അതൊന്നുമില്ല. 2 ഇട്ട് നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ചൂട്ടാപ്പിനെ ഞാൻ പിടിച്ചുകൊണ്ടിട്ടുണ്ട്. അവിടെ നമുക്ക് കളിക്കണം. അപ്പോൾ നമുക്ക് ഇവർക്ക് ഇനി കുറച്ച് പൗഡറൊക്കെ ഇട്ടെടുക്കണം. അപ്പോൾ പൗഡറൊക്കെ ഇട്ടെടുക്കാൻ പോകുമ്പോൾ പൗഡറിന് വാശി അടിക്കാനാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അവിടെ കൊണ്ടിരുത്തട്ടെ. ഓക്കെ, അപ്പോൾ അത് ഐഫോണിനോട് ഹായ് പറയാനൊക്കെ പറയുന്നുണ്ട്. ഹായൊക്കെ പറയുന്നുണ്ട് നല്ല കുട്ടിയായി. ഇനി നമുക്ക് ഐഫോണിൻ്റെ ബാഗിലുള്ള കാണാം. ബാഗിലുള്ളതല്ല, എൻ്റെ ഔട്ട്ഫിറ്റ് കാണാം. ഇനി ചെരുപ്പ് ഇടാണ്ട്, ഷൂസ് ഇടാണ്ട് കേട്ടോ. ഓക്കെ, എന്താ ബാഗിലുള്ള പറയും. ബാഗിലുള്ളതെന്ന് വെച്ചാൽ കുറച്ച് സ്നാക്സ് ആമി കരിയുമ്പോൾ കൊടുക്കാനുള്ള ബിസ്ക്കറ്റാണുള്ളൂ. ഓക്കെ, ഇനി എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കണ്ടെന്നാണ്. ഡ്രസ്സും ഒക്കെ തന്നെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പൗഡർ കഷ്ടപ്പെടാണ് ഗൈസ്. കൂടിയോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ കയ്യിൽ ഡൗട്ടല്ല, കൂടിക്കണ്. ഓക്കെ, ഇപ്പം ഐഫോനെ കൊണ്ട് എന്തായാലും ഇട്ട് കൊടുക്കാൻ കഴിയൂല. അപ്പം ഇനി തിന്നണ കൂടുതൽ ഞാനിതാ യുദ്ധവേദിയിൽ കടന്നിരിക്കുന്നു. ഞാനിങ്ങോട്ട് കൊടുക്കട്ടെ, അല്ലാതെ ഇപ്പോൾ വേറൊരു രക്ഷയും ഞാൻ കാണുന്നില്ല. എങ്ങനെ കിടത്തിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഓടിപ്പോവാ. ഐഫോൻ്റെ പൗഡർ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ കെടുത്തി ഓനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ആ പൗഡർ ഒന്ന് കൊടുത്ത് അവിടെ ഇരുത്തി. അതിൻ്റെ ശേഷം നമ്മൾ പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മൾ പൗഡർ പിന്നെയും കൊടുത്തിട്ടുണ്ട്. ഞാനുണ്ടെന്ന് ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ച് എന്നിട്ട് നമുക്ക് വേഗം അവരോട് സംസാരിച്ച് നമുക്ക് വേഗം ഓക്കെ, നമ്മളിപ്പോൾ വലക്കെട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോട്ടെ. പോകണം. ഞങ്ങൾ ലേറ്റ് ആയിക്കിട്ട് തോന്നുന്നുണ്ട്. നല്ല ഓക്കെ, നമ്മളിതാ കൊടുവള്ളിയിൽ ഉറൂസാണ്. അതിൻ്റെ ലൈറ്റ്സ് ഒരു പോയ കടന്ന് അപ്പുറത്താണ് പള്ളി. അതുകൊണ്ട് ഓക്കെ, ഇപ്പം നമ്മൾ കമ്പളി പറമ്പിൽ എത്തിക്കും. നമ്മളെ സ്കൂൾ കുറച്ച് ദൂരത്തേക്കുണ്ട്. കാണിച്ചാറുണ്ട്. കാണില്ല, രാത്രി ആയതുകൊണ്ട് ലൈറ്റ്സ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, ഞങ്ങൾ സ്കൂള് നമ്മളെ ഇതിൽ കൂടെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകണമാണ്. സ്കൂള് വേറെ ചേർത്തി വേറെ സ്ഥലത്ത് ഇതാ ഇവിടുന്ന് വരുന്നത് ഫസ്റ്റ് ഇടവില്ലതാ. ഇത് ഈ ആംബുലൻസ് ഒക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ അടുത്താണ്. ഓക്കെ, ഇനി ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് കാണിച്ചു തരാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ്സ് ആണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ മോനാണെങ്കിലോ അപ്പം തന്നെ ഉറങ്ങിപ്പോയിക്കണ്. നല്ല കാര്യങ്ങളുള്ള സ്ഥലത്ത് ഓക്കെ, അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കൂടെ നടക്കാൻ തുടങ്ങി. നമ്മളിതാ കുറച്ച് നമ്മുടെ നെയ്ബേഴ്സ് വന്നിട്ടുള്ളതൊക്കെ പറയുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആ ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ വർത്തനൊക്കെ പറഞ്ഞങ്ങനെ നടക്കുകയാണ്. ആമില്ല കുറേ വിളിച്ച് എണീക്കുന്നൊരിതില്ല. ഇനിയിപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് എണീപ്പിക്കാന്നാണ് ഒരു വിചാരം. ഓക്കെ, അങ്ങനെ നമ്മ ഐഫി അതേപോലെ നടക്കുന്നുണ്ട്. ഞാനിതാ ഓരോ ബാക്കിൽ വരുന്നുണ്ട്. അതിനുള്ള ഐഫോൺ ഇതിനോട് എന്തോ പറയുന്നുണ്ട് കേട്ടോ.
ഞാൻ പറഞ്ഞ എനിക്ക് തന്നെ ഇപ്പം മനസ്സിലാവില്ല എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. അവിടെ ചളി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് തോന്നുന്നത്. ആയിക്കോട്ടെ ചളിട്ടുണ്ട് പോയി ഞാൻ ചവിട്ടിക്കുന്നു തോന്നുന്നു. നമ്മത്തിൽ ഇവിടെ ഇല്ലേ പമ്പർശ്ശേരിത്തെ അശ്വിന് വരുന്നൊക്കെ പറഞ്ഞ് കുന്തം വന്നിട്ടുണ്ട്. നമ്മൾ കുറേ കാത്തുനിന്ന് കാലടിയല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല. ഒരു നിമിഷങ്ങൾക്കകരം അശ്വൻ വരും. അങ്ങനെ അങ്ങനെ പറഞ്ഞ് മടുത്ത് അങ്ങനെ അതാ രണ്ടാമത്തെ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഷോൻ്റെ അകത്തേക്ക് കിടക്കുന്നത് അവിടെ എന്തോ ഓളവണ്ണ ഫെസ്റ്റ് 2K24 ഏപ്രിൽ 20 അങ്ങനത്തെ എഴുതിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ സ്റ്റാക്സ് പോലത്തെ ഒരു ചെണ്ട ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നേരെ നിങ്ങൾക്ക് നല്ലോണം സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ അവിടെ എന്തുഴിഞ്ഞാലുണ്ട്. അതാണ് എന്തുഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഐഫോൺ എന്തൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ഉള്ളോട്ടൊക്കെ പോയതിന് ശേഷമാണ് ഇനി ഐഫോൺ റൈഡ് കയറിയത് കാണിച്ചു തരാൻ. ഞാൻ മാത്രല്ല എണീപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എണീപ്പിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഐസ്ക്രീം കൊടുത്തിട്ടാട്ടോ ഗൈസ് ഞാൻ എണീപ്പിച്ചത്. അങ്ങനെ അവൻ നല്ല കളിയായിരുന്നു. അവര് ഐഫി അവരത് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാണ്. അതാ പോട്ടെ. ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. ആദ്യം ഒരു ഐസ്ക്രീം അവന് കൊടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ഒരു ഐസ്ക്രീം കഴിച്ചു. അപ്പൊ ഈ റൈഡാണ് തല കറങ്ങാൻ കേട്ടോ. ഒരു കുട്ടി ഓക്കെ ഞങ്ങൾ ഐസ്ക്രീം ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കണത് വലിയ കഥ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടോ. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ട് സ്റ്റേജാട്ടോ എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കുമ്പോഴാണ് അതിങ്ങനെ മനസ്സിലാവുന്നത്. പിന്നെ അത് കുറച്ചൊക്കെ കാണും. എനിക്ക് തുള്ളി പോലും കാണുന്നില്ല. അത്രയും ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ തന്നെ. ഓക്കെ അങ്ങനെ നമ്മളത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് ഞാൻ നമ്മളെ നെയ്ബേഴ്സിനൊക്കെ ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ മാത്രം ലൈഫിൽ കൂടി പരിചയപ്പെടുത്തി തരാം. ഞങ്ങൾ അത് നമ്മൾ ഫ്രണ്ടിനെ കാണില്ല കേട്ടോ. അവരൊക്കെ എവിടെയൊക്കെ ചുറ്റി അങ്ങനെ എല്ലാവരും തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാറായിക്കണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് ചൂട്ടട്ടി കാണുന്നത്. ഇതൊക്കെ സത്യം വരുന്നതിനെക്കാട്ടി ആൾക്കാർ പോകുമ്പോഴാണ് കേട്ടോ. ഓക്കെ അങ്ങനെ അതിൻ്റെ ഒപ്പം തൊട്ട് അപ്പുറത്ത് നിൽക്കുന്നതാണ് ജിംനാസ് കാക്ക. ഐഫിൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പാണ്. അതിൻ്റെ അപ്പുറത്ത് ഐഫി അജീവിൻ്റെ ഫ്രണ്ടുമാണ്. ഓക്കെ അതേമാതിരി തന്നെ എൻ്റെ ഒപ്പമൊക്കെ വേറൊരു ഫ്രണ്ടും ഉണ്ട്. അതും ഐഫിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഓരോ മോള്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ അമ്മൻ്റെ ഒപ്പം നടക്കണ ഒരു പിങ്ക് ചുരിദാറിട്ട ഒരാളില്ല. ഓളാണ് ആ ജിംനാസ് കാക്കൻ്റെ ജിംനാസ് കാക്കൻ്റെ പെണ്ണുങ്ങള് ഓരോ മോന്. പിന്നെ ഒരു കയ്യിൽ ചെറിയൊരു മോനുണ്ട്. പിന്നെ അജുവിയുണ്ട്. അജു ഐഫോൻ്റെ ഫ്രണ്ടിനെ കാണിച്ചു തരാം. അതേമാതിരി തന്നെ പിന്നെ എൻ്റെ ബാക്കിലുണ്ട് ജാസ്താത്തിയും ഒക്കെ. അതാകണ്ടോ അവിടെ നടക്കുന്നുണ്ട്. ഞാനും ജാസ്താത്തി പിന്നെ ഒരു 2 മോനുമാരും പിന്നെ ഒരു മോളും ഉണ്ട്. മോള് നമ്മളെ കൂടെ കുടിക്കുന്നു. അതന്നെ. ഓക്കെ ഞാനാണെങ്കിൽ ഒക്കെ അതിൻ്റെ ബാക്കിലാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ അവിടുന്ന് 3 വണ്ടിയിലേക്ക് കയറി. അതിൻ്റെ ഇടയിൽ ചെറിയൊരു സംഭവമൊക്കെയുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ കൂടെ ഒരു നെയ്ബേഴ്സ് 2 കുട്ടികൾ നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി സ്ഥലം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.